ഹായ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇൻഷുറൻസ് ക്ലെയിംസിൽ അഡീഷണൽ എക്സ്പെൻസിലുള്ള ക്ലെയിം എങ്ങനെ സബ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസിലുള്ള ക്ലെയിം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്താണ് അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഈ ഡിസ്ലൊക്കേഷൻ പീരീഡ്, അതായത് ഒരു ഫയർ ഉണ്ടായി ബിസിനസ് നോർമൽ പീരീഡിൽ എത്താനുള്ള ആ ഒരു സമയമുണ്ട്. ആ നോർമൽ ബിസിനസ് നടത്താൻ പറ്റാതെ വരുന്ന പീരീഡാണ് അഫക്റ്റഡ് പീരീഡ്. ആ അഫക്റ്റഡ് പീരീഡിൽ നമുക്ക് ആ റിഡക്ഷൻ ഇൻ ടേൺ ഓവർ, സെയിൽസിലുള്ള കുറവ് പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് സെയിൽസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഉദാഹരണത്തിന്, ബിസിനസ് മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നു, ഇവിടെ നോർമൽ ആകുന്നത് വരെ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നു. അപ്പൊ ആ കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് അഡീഷണൽ എക്സ്പെൻസ് ആണ്, സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു, സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതൊക്കെ അഡീഷണൽ എക്സ്പെൻസ് ആണ്. അപ്പൊ പോളിസിയിൽ ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ അഡീഷണൽ എക്സ്പെൻസിന് കൂടി ക്ലെയിം കൊടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അഡീഷണൽ എക്സ്പെൻസിന് ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ തരാവുന്ന ഇൻഫർമേഷൻ ആണ് നമ്മളോട് പറയുന്നത്. ഡേറ്റ് ഓഫ് ഫയർ ഫോർ എക്സാമ്പിൾ ഒരു 1st August 2018 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ആനുവൽ ടേൺ ഓവർ എന്നൊരു ഇൻഫർമേഷൻ തരും. എന്താ ആനുവൽ ടേൺ ഓവർ? ഈ ഡേറ്റ് ഓഫ് ഫയറിന് തൊട്ട് മുമ്പിലുള്ള 12 monthsന്റെ ടേൺ ഓവർ സെയിൽസിനെയാണ് നമ്മൾ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1st August 2018 ആണ് ഡേറ്റ് ഓഫ് ഫയർ എങ്കിൽ 1st September 2017 to 1st August 2018 ആണ് ആനുവൽ ടേൺ ഓവർ. ആ പീരീഡിലത്തെ ടേൺ ഓവർ ആണ് ആനുവൽ ടേൺ ഓവർ, ദാറ്റ് ഈസ് 5 lakh. ഇനി GP റേഷ്യോ 20% ആണ് എന്ന് വിചാരിക്കുക. അപ്പോ GP റേഷ്യോ 20%. അഫക്റ്റഡ് പീരീഡ് 1st August 2018 to 31st December 2018 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അഫക്റ്റഡ് പീരീഡ് ടേൺ ഓവർ 1,50,000. അഡീഷണൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നത് 20,000. ഇനി ഈ അഫക്റ്റഡ് പീരീഡ് ടേൺ ഓവറിൽ 50,000 ഈ അഡീഷണൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഉണ്ടായതാണ് എങ്കിൽ ഈ 50,000നെ സേവ്ഡ് ടേൺ ഓവർ എന്ന് പറയും. അഫക്റ്റഡ് പീരീഡ് ടേൺ ഓവർ ആകെ 1,50,000 ആണ്. അതിൽ 50,000 അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ 20,000 അഡീഷണൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ 20,000 സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ 50,000 അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, 1 lakh പറ്റുമായിരുന്നുള്ളൂ. അതാണ്. ഇനിയിപ്പോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇത്ര ടേൺ ഓവർ അഡീഷണൽ എക്സ്പെൻസ് കൊണ്ട് ഏൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ entire affected period turnover will be treated as saved turnover. പിന്നെ വരുന്നത് സേവിങ്സ് ഇൻ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ പീരീഡിൽ, അതായത് കുറച്ചു കാലം ബിസിനസ് ഡിസ്ലൊക്കേഷൻ നിൽക്കുന്ന പീരീഡിൽ ചില ഫിക്സഡ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കാഷ്വൽ വർക്കേഴ്സിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ വേജസ് ഒക്കെ അല്ലെങ്കിൽ സാലറി ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റാൻഡിങ് ചാർജസ് ആയിരിക്കും. അപ്പോൾ ചില ഫിക്സഡ് ചാർജസ് നമുക്ക് സേവിങ്സ് ഉണ്ടാവും. പിന്നെ അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്, ചില സ്റ്റാൻഡിങ് ചാർജസ് ഇൻഷുർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ടെങ്കിൽ അത് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അഡീഷണൽ എക്സ്പെൻസിനുള്ള ക്ലെയിം സബ്മിറ്റ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ഈ താഴെ പറയുന്നതിൽ 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ ഏറ്റവും കുറവെടുക്കുക എന്നതാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളതാണ് ക്ലെയിം ചെയ്യുക. ഏതാണത്? ഒന്ന്, ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസ്. നമുക്കറിയാം ഈ എക്സാമ്പിളിൽ 20,000 രൂപ. 2, GP ഓൺ സേവ്ഡ് ടേൺ ഓവർ. ഞാൻ നേരത്തെ പറഞ്ഞു 50,000 സേവ്ഡ് ടേൺ ഓവർ. ആ സേവ്ഡ് അഡീഷണൽ എക്സ്പെൻസ് കൊണ്ടുണ്ടായ ടേൺ ഓവർ, അതിന്റെ 20%, 50,000 to 20/100, 10,000. അതാണ് ആ സേവ്ഡ് ടേൺ ഓവറിലെ ഗ്രോസ് പ്രോഫിറ്റ്. അത് 2. 3, എല്ലാ സ്റ്റാൻഡിങ് ചാർജസും ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. GP ഓൺ ആനുവൽ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ GP ഓൺ ആനുവൽ ടേൺ ഓവർ പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഇൻറ്റു അഡീഷണൽ എക്സ്പെൻസ്. അപ്പൊ GP ഓൺ ആനുവൽ ടേൺ ഓവർ എത്രയാണ്? ആനുവൽ ടേൺ ഓവർ 5 lakh, അതിന്റെ 20% 1 lakh ഡിവൈഡഡ് ബൈ GP on annual turnover 1 lakh plus uninsured standing charges 25,000 into additional expense 20. You get 16,000. ഈ 3 എണ്ണത്തിൽ ഏറ്റവും കുറവ് രണ്ടാമത്തെ 10,000 rupees ആണ്. അപ്പൊ ആ 10,000 rupees ആണ് നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടത്. പക്ഷെ അതിൽ നമുക്ക് 5,000 സേവിങ്സ് ഇൻ സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ട്, അത് മൈനസ് ചെയ്ത് ബാക്കി 5,000 ആണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്.
ഇങ്ങനെയാണ് അഡീഷണൽ എക്സ്പെൻസിനുള്ള ക്ലെയിം നമ്മൾ കൊടുക്കുന്നത്. സോ ലോസ് ഓഫ് പ്രോഫിറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് ക്ലെയിംസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്ലെയിം ഫോർ അഡീഷണൽ എക്സ്പെൻസ്. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.